മൈക്രോസോഫ്റ്റ് എക്സലിൽ സേവ് ചെയ്തു വച്ചിരിക്കുന്ന 1000-ലധികമുള്ള കോൺടാക്റ്റ് നമ്പേഴ്സ് ഏറ്റവും സിമ്പിളായൊരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോണിലെ കോൺടാക്ട്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് കോൺടാക്ട്സ് ഫ്രം സിം കാർഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഒരു നമ്പർ പോലും ഞാൻ ഈ ഒരു ഫോണിൽ സേവ് ചെയ്തിട്ടില്ല. ഓൾറെഡി സേവ് ചെയ്ത് വച്ചിരിക്കുന്ന കോൺടാക്റ്റ് നമ്പേഴ്സ് ജിമെയിലിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ജിമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം മെയിൽ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലെ ഇൻബോക്സ് ഓപ്പൺ ആയത് കാണാം. ജിമെയിലിലെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഗൂഗിളിൻ്റെ പല ഫങ്ഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഭാഗത്ത് കാണുന്ന കോൺടാക്ട്സ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഗൂഗിൾ കോൺടാക്ട്സ് എന്ന പുതിയൊരു വിൻഡോ ഓപ്പൺ ആയത് കാണാം. ഈ ഒരു വിൻഡോയിൽ ഒരു കോൺടാക്റ്റ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ക്രിയേറ്റ് കോൺടാക്റ്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊരു സാമ്പിൾ നെയിം എൻട്രി ചെയ്യുന്നുണ്ട്. ദശമൂലം ദാമു എന്ന് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് ഞാൻ ദശമൂലം എന്ന് ടൈപ്പ് ചെയ്തു. ലാസ്റ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് ദാമു എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാനൊരു സാമ്പിൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സേവ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നെയിമും ആ ഒരു നമ്പറും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം മൊബൈലിൽ കോൺടാക്റ്റ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ദശമൂലം ദാമു എന്ന ആ ഒരു കോൺടാക്റ്റ് നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോൺടാക്റ്റ് നമ്പർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് കാണുന്ന എക്സ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. എക്സ്പോർട്ട് കോൺടാക്ട്സ് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. ഈ ഒരു വിൻഡോയിൽ നമുക്ക് സേവ് ചെയ്യേണ്ട ഫോർമാറ്റ് ഗൂഗിൾ CSV എന്നുള്ള ഈ ഒരു ഭാഗം തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ആയത് കാണാം. ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത കോൺടാക്ട്സ് എന്നുള്ള ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പണായി വന്ന എക്സൽ വർക്ക്ഷീറ്റ് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൻ്റെ കോളം ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നെയിം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ദശമൂലം ദാമു എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. തൊട്ടടുത്തുള്ള ഗിവൺ നെയിം എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഫസ്റ്റ് നെയിം എൻട്രി ആയിരിക്കുന്നത്. ഫാമിലി നെയിം എന്നുള്ള ഈ ഒരു ഭാഗത്താണ് സെക്കൻഡ് നെയിം എൻട്രി വന്നിരിക്കുന്നത്. അതിനുശേഷം സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്തിരുന്ന ആ ഒരു കോൺടാക്റ്റ് നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്തും ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫുൾ നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സെല്ലിൻ്റെ തൊട്ട് താഴെയുള്ള സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ 1333 കോൺടാക്റ്റ് നമ്പറുകൾ ഫോർമുല ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺടാക്റ്റ് നമ്പേഴ്സാണ് ഞാൻ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഏറ്റവും താഴെയുള്ള നെയിം വരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്തു. ശേഷം കീബോർഡിൽ കൺട്രോൾ C എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തിരിക്കുന്ന ആ ഒരു നെയിമെല്ലാം പേസ്റ്റ് ആയത് കാണാം. അതിനുശേഷം നമ്പേഴ്സ് എൻട്രി ചെയ്യാനുള്ള ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്തു. ശേഷം കൺട്രോൾ C എന്നുപയോഗിച്ച് കോപ്പി ചെയ്തു. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ പേസ്റ്റ് എന്നുള്ള ഭാഗത്തെ ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തിരിക്കുന്ന എല്ലാ നമ്പേഴ്സും ഇവിടേക്ക് പേസ്റ്റ് ആയത് കാണാം. അതിനുശേഷം ഈ കോൺടാക്ട്സ് എന്നുള്ള എക്സൽ വർക്ക്ഷീറ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ കൺട്രോൾ S എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു. ഗൂഗിൾ കോൺടാക്ട്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡിസ്പ്ലേയിൽ ഇപ്പോഴും ദശമൂലം ദാമു എന്ന ഒറ്റ കോൺടാക്റ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. കോൺടാക്ട്സ് എന്ന എക്സൽ വർക്ക്ഷീറ്റിലെ
നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് കാണുന്ന ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇമ്പോർട്ട് കോണ്ടാക്ട്സ് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. സെലക്ട് ഫയൽ എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴ്ഭാഗത്ത് ഇമ്പോർട്ടിംഗ് കോണ്ടാക്ട്സ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിലെ 1333 നമ്പറും ഇൻസേർട്ട് ആയത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദശമൂലം ദാമു എന്നുള്ള നമ്പറും കൂടെ ചേർത്ത് ടോട്ടൽ 1334 നമ്പേഴ്സ് ഇമ്പോർട്ടഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് നമ്പേഴ്സ് സേവ് ആയിട്ടുണ്ടോ എന്നറിയാൻ ഏറ്റവും അവസാനം എൻട്രി നമ്മുടെ ലിസ്റ്റിൽ കാണിക്കുന്നത് സീഷണൽ എന്നുള്ള ഒരു നെയിമാണ്. എക്സലിലെ അവസാനം എൻട്രി ചെയ്തിരിക്കുന്ന നെയിമും സീഷണൽ എന്നുള്ളത് തന്നെയാണ്. ശേഷം മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ എൻട്രി ചെയ്ത ഒരു കോണ്ടാക്ട് നമ്പർ മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള നമ്പേഴ്സ് കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് സിങ്കിങ് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. കോണ്ടാക്ട് സിങ്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം ബാക്ക് വന്നിട്ട് ഫോണിൽ ഒരിക്കൽ കൂടെ കോണ്ടാക്ട്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന അത്രയും കോണ്ടാക്ട്സ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഏറ്റവും അവസാന ഭാഗത്ത് സീഷണൽ എന്നുള്ള അവസാന കോണ്ടാക്ട് നമ്പറും എൻട്രി ആയത് കാണാം. ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് 1000-ലധികം വരുന്ന കോണ്ടാക്ട് നമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ +91 എന്ന ഇന്ത്യയുടെ കൺട്രി കോഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നെയിം എന്നുള്ള സെല്ലുകളിൽ ഞാൻ ആ ഒരു സെയിം നെയിം യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡെമോയ്ക്ക് വേണ്ടി 10 അക്ക സാമ്പിൾ നമ്പറുകൾ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. = രണ്ട് ബിറ്റ്വീൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ബോട്ടം എന്നുള്ള സ്ഥലത്ത് 9847 ശേഷം 6 പ്രാവശ്യം 1 എന്ന് ടൈപ്പ് ചെയ്തു. ടോപ്പ് നമ്പേഴ്സ് എന്നുള്ള സ്ഥലത്ത് 9847 9 എന്ന് 6 പ്രാവശ്യം ടൈപ്പ് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു 10 അക്ക നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു കോർണർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സെല്ലുകളിലും ഒരു സാമ്പിൾ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെല്ല് റീഫ്രഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ അപ്ഡേറ്റ് ആയി വരുന്നത് കാണാം. നമ്പർ മൂവ് ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം Ctrl+Shift+Down ആരോ ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. ശേഷം Ctrl+C എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം Alt+ES എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയി വന്ന ഈ ഒരു വിൻഡോയിൽ വാല്യൂസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പർ അവിടെ ഫിക്സ് ആയത് കാണാം. +91 എന്ന കൺട്രി കോഡ് 2 രീതിയിൽ ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത് ഫസ്റ്റ് സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. =+91 കൺട്രി കോഡിന് ശേഷം ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് =, ആൻഡ് അതിനുശേഷം നമ്പർ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് +91 ഇൻസേർട്ട് ആയത് കാണാം. താഴെയുള്ള സെല്ലുകളിലും ഈ ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് നമ്പർ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം Ctrl+Shift+Down ആരോ ഉപയോഗിച്ച് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം Ctrl+C എന്ന് ഉപയോഗിച്ച് കോപ്പി ചെയ്തു. ഈ ഒരു സെല്ലിലേക്ക് Ctrl+ES എന്ന് സെലക്ട് ചെയ്ത ശേഷം വാല്യൂ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം നമ്പർ ഞാൻ ഈ ഒരു സെല്ലുകളിലേക്കും പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ഏറ്റവും താഴെയുള്ള സെല്ലുകൾ വരെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി Ctrl+Shift+Down ആരോ പ്രസ് ചെയ്തു. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്തു. ജനറൽ എന്നുള്ള ടെക്സ്റ്റ് റിമൂവ് ചെയ്ത ശേഷം +91 സ്പേസ് അതിനുശേഷം 10 പ്രാവശ്യം ഞാൻ 0 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ സെല്ലുകളുടെയും നമ്പറിൻ്റെ ഫ്രണ്ടിൽ +91 ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട്. മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് കൺട്രി കോഡ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നും എക്സലിലെ കോണ്ടാക്ട് നമ്പേഴ്സ്
മൊബൈൽ ഫോണിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള മലയാളം എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.